രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സേവാ വിഭാഗമായ സേവാഭാരതി കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് 50 വർഷം പിന്നിടുന്നു. ദാരിദ്ര്യവും അരക്ഷിതാവസ്ഥയും തുടച്ചു നീക്കി സമാജത്തിലെ അവസാന വ്യക്തിയിലേക്കും സേവനത്തിന്റെ കരങ്ങൾ നീട്ടുക എന്ന ലക്ഷ്യത്തോടെ ചെറിയ രീതിയിൽ പ്രവർത്തനം ആരംഭിച്ച സേവാഭാരതി ഇന്ന് ജില്ലയിൽ നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. 1970-77 കാലഘട്ടങ്ങളിൽ കോഴിക്കോട് പാറോപ്പടി മേഖലയിൽ പാൽ സൊസൈറ്റികൾ പോലെയുള്ള സ്വാവലംബൻ പ്രവർത്തനങ്ങൾ നടത്തിയാണ് ജില്ലയിൽ സേവാഭാരതിയുടെ പ്രാഥമിക തുടക്കം. സ്വാശ്രയ സംരംഭങ്ങളിലൂടെയാണ് പിന്നീട് പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോയത്. തീരദേശ സമൂഹങ്ങളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ 1978 പയ്യോളി മുതൽ കടലുണ്ടി വരെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളവും വലയും ലഭ്യമാക്കി മത്സ്യബന്ധനത്തിന് സഹായം നൽകി. വിജയ ബാങ്കുമായി സഹകരിച്ചുകൊണ്ടായിരുന്നു പദ്ധതി നടപ്പിലാക്കിയത്. 1988 നവംബർ 30 ഡോക്ടർ കെ മാധവൻകുട്ടി രക്ഷാധികാരിയും ദയാനന്ദൻ സെക്രട്ടറിയുമായി കോഴിക്കോട് ജില്ലയിൽ സേവാഭാരതി ഔദ്യോഗികമായി സ്ഥാപിതമായി. 1997 കോഴിക്കോട് മെഡിക്കൽ കോളേജിനോട് ചേർന്ന് സേവാമന്ദിരം ആരംഭിച്ചു. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി കഞ്ഞി വിതരണവും തുടങ്ങി. സേവാപ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ടു പോയതോടെ 1998 ഫെബ്രുവരിയിൽ കേരളത്തിലെ സേവാഭാരതിയുടെ രണ്ടാമത്തെ രജിസ്റ്റേർഡ് യൂണിറ്റായി കോഴിക്കോട് സേവാഭാരതി രജിസ്റ്റർ ചെയ്യപ്പെട്ടു. 2005 കോഴിക്കോട് നഗരത്തിൽ അമ്മമാർക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള കോട്ടപ്പറമ്പ് സർക്കാർ ആശുപത്രിയിൽ കഞ്ഞി വിതരണം ആരംഭിച്ചു. 2006 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആംബുലൻസ് സർവീസും ആരംഭിച്ചു. തുടർന്ന് ജില്ലയിലുടനീളം 18 യൂണിറ്റുകളിലായി സേവാഭാരതി വിപുലീകരിക്കപ്പെട്ടു. 2018 ജില്ലയിൽ ഓരോ പഞ്ചായത്തിലും യൂണിറ്റിന് തുടക്കം കുറിച്ചു. കൊയിലാണ്ടി, വടകര, കുറ്റിയാടി തുടങ്ങിയ പ്രദേശങ്ങളിൽ സേവാഭാരതി അനേകം പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രമാക്കി നിരവധി പേർക്ക് സേവാഭാരതി ഇന്ന് ചികിത്സാ സഹായം ഉറപ്പുവരുത്തുന്നുണ്ട്. 30 വർഷത്തിലധികമായി മുടക്കമില്ലാതെ മെഡിക്കൽ കോളേജിൽ സൗജന്യ ഭക്ഷണ വിതരണം നടത്തിവരുന്നു. രോഗികൾക്ക് സഹായമായി സന്നദ്ധ പ്രവർത്തകരുടെ സേവനവും ലഭ്യമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും രാവിലെ കഞ്ഞി വിതരണം ചെയ്തുകൊണ്ടാണ് കോഴിക്കോട് സേവാഭാരതിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി കോഴിക്കോട് ജില്ലയിൽ വിവിധങ്ങളായ സേവാ പ്രവർത്തനങ്ങൾ സേവാഭാരതി നടത്തി വരുന്നുണ്ട്. ആംബുലൻസ് സർവീസ്, പാലിയേറ്റീവ് കെയർ, ബാലികാ സദനം, അതുപോലെ മാതൃസദനം, വിദ്യാർത്ഥിനി മന്ദിരം, രക്തദാനം, പിന്നെ വീട് ഇല്ലാത്തവർക്ക് വേണ്ടിയുള്ള വീട് നിർമ്മിച്ചു കൊടുക്കുന്ന തലചായ്ക്കാനൊരിടം പദ്ധതി. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന സമയത്താണ് നമുക്ക് ബോധ്യമായത് പല ആളുകൾക്കും വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ഭൂമിയില്ല. അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സ്ഥലം നൽകാൻ താല്പര്യമുള്ള ആളുകളെടുത്തു നിന്ന് ഭൂമി ഏറ്റുവാങ്ങിച്ചിട്ട് വീട് ആവശ്യമുള്ളവർക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടി അത് സമർപ്പിക്കുന്നത്. അതാണ് ഭൂദാനം പദ്ധതി. നമ്മുടെ സമൂഹത്ത് നിരവധിയായ ആളുകൾ ജീവിക്കാൻ ഒരു വരുമാനമില്ലാത്ത ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ജീവൻ നിർമ്മാൺ എന്ന് പറയുന്ന സേവാ പ്രവർത്തനങ്ങളിലേക്കാണ് സേവാഭാരതി വരും കാലങ്ങളിൽ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നിരാലംബരായ പെൺകുട്ടികൾക്കും അമ്മമാർക്കും വേണ്ടി കോഴിക്കോട് ചെറുവറ്റയിൽ പ്രവർത്തിക്കുന്ന സേവാസദനങ്ങൾ സേവാഭാരതിയുടെ ജില്ലയിലെ പ്രധാന പ്രവർത്തനങ്ങളാണ്. പ്രളയവും ഉരുൾപൊട്ടലും കൊറോണയും മറ്റു ദുരന്തങ്ങളും സമൂഹത്തിൽ ഭീതി വിതച്ചപ്പോൾ സേവാഭാരതി പ്രവർത്തകർ സഹായഹസ്തവുമായി ഓടിയെത്തിയിട്ടുണ്ട്. കടലുണ്ടി തീവണ്ടി ദുരന്തത്തിൽ സേവാഭാരതി പ്രവർത്തകർ നടത്തിയ രക്ഷാപ്രവർത്തനം അന്ന് മാധ്യമശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ആലപ്പുഴയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഡോക്ടർ ശേഖരന്റെ നേതൃത്വത്തിൽ 60 അംഗ മെഡിക്കൽ സംഘവുമായാണ് കോഴിക്കോട് സേവാഭാരതി ദുരന്തമുഖത്ത് പ്രവർത്തിച്ചത്. കൊറോണ ദുരന്തം വിതച്ച നാളുകളിൽ മെഡിക്കൽ കോളേജിൽ പ്രത്യേക കൊറോണ ഡെസ്ക് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്നു. ജില്ലയിലെ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് സേവാഭാരതി പ്രവർത്തകർ കൈത്താങ്ങായി.
കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേയോടൊപ്പം കൈകോർത്തുകൊണ്ടായിരുന്നു പ്രവർത്തനം. ജില്ലയിലുടനീളം സേവാഭാരതിയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് സെന്ററുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലും നിരവധി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ഭവനരഹിതരായവർക്ക് 60 വീടുകൾ ഇതിനകം നിർമ്മിച്ചു നൽകിക്കഴിഞ്ഞു. വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിലും സഹായവുമായി സേവാഭാരതി പ്രവർത്തകർ കർമ്മനിരതരായിരുന്നു. മാനവസേവ മാധവസേവ എന്ന ആപ്തവാക്യത്തിലൂന്നി മാനവ സമൂഹത്തെ സേവിക്കുന്നതിനുള്ള സേവാഭാരതിയുടെ ദൌത്യം അനവരതം മുന്നോട്ടു പോവുകയാണ്. ഈ ദൌത്യത്തിൽ സേവാഭാരതിക്കൊപ്പം കൈകോർക്കാം. നമുക്കൊരുമിച്ച് ശോഭനമായൊരു ഭാവി സൃഷ്ടിക്കാം.